നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പന ഫാം, അതായത് പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിലാണ് ഞങ്ങൾ. ചിതറയിലാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളത് അതുവഴിയില്ല അതുവഴി നല്ല പെരടോണ്ടാ. പെരടല്ലേ? പെരടല്ലാണ്ട് അതുവഴി പോയിട്ട് വരാം. അത് എങ്ങനെയാ ഈ പശുവിനകത്ത് കയറുന്നത്? ബേസിക്കലി ഞാനൊരു ചിതറാക്കാരനാണ്, പക്ഷേ ചിതറാലത്തെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പണ്ട് എപ്പോഴോ ഈ എണ്ണപ്പനയ്ക്കുള്ളിൽ ആ ഒരു വാട്ടർഫോൾ ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എപ്പോഴോ വന്നിട്ടുണ്ട്, പക്ഷേ വഴി കറക്റ്റ് അറിയില്ല. ഒറ്റ തവണയുണ്ട് ആ വാട്ടർഫോൾസ് പോയിട്ട്. അവിടെ ആ വാട്ടർഫോൾസിൻ്റെ പേരറിയാം, പേര് ഞാൻ പിന്നെ പറഞ്ഞു. കണ്ണട അങ്ങനെ എന്തോ അല്ലല്ല. ശരിക്കും വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ ഈ കടയ്ക്കൽ, നിലമേൽ, അഞ്ചൽ, ഈ കൊളുത്തുപുഴ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ വെറുതെയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, എണ്ണപ്പനയ്ക്കകത്തൊക്കെ വരിക. ഭയങ്കര റിലാക്സേഷനാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡൗട്ടോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരിക, ജസ്റ്റ് ഒന്ന് ഡ്രൈവ് അടിക്കുക, ഒന്ന് അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷാണ്. അപ്പോൾ നമ്മളും അതുപോലെ റീഫ്രഷ് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ വെള്ളം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഐഡിയ. കാണും, വെള്ളം എന്തായാലും ഉണ്ടാവും. പക്ഷേ മഴ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ പോയാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കാണാം നമ്മൾ പോകുന്ന വഴിക്കുള്ള. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ മലനിരകളാണ് കേട്ടോ. പക്ഷേ ഏത് മലനിരകളാണെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അഞ്ചലിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പാറയുണ്ട്, കുടുക്കത്ത് പാറ എന്ന് പറയും. ആ പാറ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിപ്പോൾ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, എവിടെയോ പോയി. ഈ കാണുന്നതൊക്കെ ഈ എണ്ണപ്പനയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഷെൽട്ടറുകളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷെൽട്ടർ ഇതിനകത്ത് പല സ്ഥലങ്ങളിലുണ്ട്. അത്തിപ്പഴം, ഇവിടെ അതിനകത്ത് അത്തിപ്പഴത്തിൻ്റെ മരമൊക്കെ നിൽക്കണം. എന്തിൻ്റെ? ശരിക്കും ഇവിടുത്തെ റോഡ് മെയിൻ റോഡ്, അതായത് ചിതറാന്ന് വരുന്നവർക്ക് വരുന്ന മെയിൻ റോഡ് എണ്ണപ്പനയ്ക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് പോലത്തെ റോഡാണ്. പക്ഷേ വേണമെങ്കിൽ ഇവർക്ക് നല്ല റോഡാക്കാം, പക്ഷേ അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതിനുള്ളിൽ കൂടെ പോകുന്ന ഒരു ഓഫ് റോഡ് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ ഒരു മെയിൻ റോഡ് മാത്രമേ ശകലം ടാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളാണ്, പക്ഷേ ആ വഴികളൊക്കെ ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡൊക്കെ ആഗ്രഹിക്കുന്നതല്ല, ഓഫ് റോഡൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓഫ് റോഡ് വണ്ടിയെ കൊണ്ടുവന്നാൽ ഇതിനകത്തൂടെ യാത്ര ചെയ്യാം. നമുക്ക് സൺഡേസിൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോകാനുള്ള അനുമതിയുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ കാരണം ഇതിനകത്ത് വർക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് വർക്കേഴ്സ് ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ദിവസങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ അകത്ത് കടത്തി വിടില്ല. പിന്നെ ഈ പരിസരങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും വേണമെങ്കിൽ ഇതിനകത്ത് കയറി പോകാൻ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് കുറച്ച് പാടാണ് ഈ സൺഡേസ് ഒഴിച്ച് കഴിഞ്ഞാൽ. സൺഡേസിലാണ് സാധാരണ വണ്ടിയൊക്കെ അകത്തേക്ക് കടത്തി വിടുന്നത്. പഠിക്കാം. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടല്ലോ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വരുന്നവർക്ക് ഒരുപാട് പേര് ഇതിനകത്ത് വരും. കാരണം വളഞ്ഞും തിരിഞ്ഞുള്ള വഴികളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഹാൻഡിൽ ബാലൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കല്യാണത്തിൻ്റെ ഷൂട്ടുകൾ, ഫോട്ടോ ഷൂട്ടുകളൊക്കെ മിക്കപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ നടക്കാറുണ്ട്. പിന്നെ വലിയ ക്രൗഡും ഇല്ല കണ്ടിട്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കല്യാണ ഷൂട്ടുകളും പിന്നെ ഇതിനകത്ത് തന്നെ മറ്റേ ദുൽഖറിൻ്റെ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമ, സീരിയൽ, പിന്നെ ഷോർട്ട് ഫിലിംസ്, മെയിനായിട്ട് വരുന്നത് കല്യാണ ഷൂട്ടിങ്, കല്യാണത്തിൻ്റെ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ ആവശ്യം പോലെ ആൾക്കാർ. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കി ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ആണ്, മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്.
ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിലെ അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പന ഫാമായിട്ടുള്ള എണ്ണപ്പന ഫാം, അതായത് ചിതറ പാം ഓയിൽ ഫാം, അങ്ങനെയുണ്ടാണ് എൻ്റെ കറക്റ്റ് നെയിം, അതിനുള്ളിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എനിക്ക് തിരികെ കുവൈറ്റിലോട്ട് പോകാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് സ്വന്തം നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളും കൂടി കണ്ടിട്ട് പോകാമെന്നുള്ളൊരു പരിപാടിക്ക് ഇറങ്ങിയതാണ്. അടിപൊളി സ്ഥലമാണ്, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. മീൻസ് ഇവിടെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളവർക്ക് ഈ ചുറ്റുപാടിനുള്ളവർക്കും പുറത്തുള്ളവർക്കും ആർക്കും വരാം. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റ് സ്ഥലമായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഫാമാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് കാടും വനങ്ങളും മലകളും കുന്നും പുഴ അരുവി വെള്ളച്ചാട്ടം അങ്ങനെ പല കാര്യങ്ങളും കാണാറുണ്ട്. നമ്മൾ ഈവൻ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെ എക്സ്പ്ലോർ ചെയ്യാത്ത പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. അതായത് ഈവൻ ഞാൻ ഈ നാട്ടുകാരാണ്, പക്ഷേ ഞാനും ഇതിനുള്ള പല സ്ഥലങ്ങളും കണ്ടു തീർത്തിട്ടില്ല. അപ്പോൾ അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന ഒരു വാട്ടർഫോൾസിലേക്കാണ്. എൻ്റെ പേര് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതുവരെ അതുവഴിയിലുള്ള അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളും കൂടി നമുക്ക് കാണാം. പിന്നെ അതുപോലെ ഇന്ന് എൻ്റെ ഒപ്പം എൻ്റെ സഹയാത്രികനായിട്ടുള്ളത് ഈ ഒരു സ്കൂട്ടിയാണ്. ഇത് റെൻ്റെ സ്കൂട്ടിയാണ്, ഞാനെടുത്ത റെൻ്റെ സ്കൂട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ ചെറുതിലിട്ട് ഓർമ്മയായിരുന്നു. എപ്പോഴും ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് അവിടെ എത്തി. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും നേരെ പോയിട്ട് വേണം ആ വാട്ടർഫോൾസിലേക്ക്. വീണ്ടും നമ്മളിപ്പോൾ ഇത് ജനവാസ മേഖലയാണ്, ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. ഇവിടെ ടെമ്പിളാണ് കേട്ടോ. നല്ലൊരു ഐ മീൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ ഒരു അമ്പലവും ഇതിന് ചുറ്റപ്പെട്ട ഈ ഒരു എണ്ണപ്പനയും വനവും കാലാവസ്ഥയൊക്കെ കൂടിയിട്ട്. ഇത് നമ്മൾ ഈ ഒരു റോഡ് കൂടെ നേരെ ചെന്ന് വീണ്ടും നമ്മൾ എണ്ണപ്പനയ്ക്ക് അകത്തോട്ട് വേറൊരു എൻട്രൻസ് കൂടെ കയറും. നമ്മൾ ആ വഴിയൊക്കെ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ആൽമരവും ഒരു എസ്തറ്റിക് ലുക്കുള്ളൊരു ആൽമരം, അവിടെ ഒരു ചെറിയൊരു കാണിക്ക വഞ്ചി ഒക്കെ ആയിട്ട് ഇതാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അത് അടുത്ത ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് ഉള്ളിലേക്ക് ഇനി വീണ്ടും ഈ ഒരു ഫാമിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ ആ ഒരു വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സൺഡേസിൽ മാത്രമേ ഇതിനകത്തോട്ട് വണ്ടി കയറ്റുള്ളൂ. ദിവസങ്ങളിലൊക്കെ വർക്കേഴ്സ് ഉള്ളതുകൊണ്ട് ആരും വണ്ടി കയറ്റിയിട്ടില്ല. പിന്നെ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലോക്കൽസിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകുന്നുണ്ടെങ്കിൽ നടന്നു പോകാം. വണ്ടിയും കൊണ്ട് മാത്രം നമുക്ക് സൺഡേ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല. ഇവിടുത്തെ ലോക്കലിലാണെങ്കിൽ കയറ്റിവിടും. അപ്പോൾ ഈ നമ്മൾ പോകുന്ന മെയിൻ റോഡ് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പുതിയ മരങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ ഗോഡൗൺ. മെയിൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പുതിയ മരങ്ങളാണ്. ഇതൊക്കെ വിളവെടുപ്പിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ചെറിയ മരങ്ങളാണെങ്കിലും മറ്റേ കായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴിയൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പഴയ ഈ എണ്ണപ്പനയും മറ്റുമൊക്കെ ശേഖരിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും ഉണ്ടായിരുന്നുള്ളൊരു ഗോഡൗണും കാര്യങ്ങളും ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഈ ഫാക്ടറി ഭയങ്കര ഭംഗിയാണ്. കാരണം ഇതൊരു ഓൾഡ് ലുക്കിൽ ഒരു എസ്തറ്റിക് ലുക്കിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ നിറയെ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഈ ഒരു ഫാക്ടറിയിൽ വന്നിട്ടൊക്കെയാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാനും ഈ സിനിമ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഒരു മാതൃകയിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. പക്ഷേ ഇതിപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല, ഇതാകെ പൊളിഞ്ഞ് വൃത്തികേടായി ഇങ്ങനെ കിടക്കുക. ഇതാണ് ആ പറഞ്ഞ ഗോഡൗൺ അല്ലല്ലോ, ഫാക്ടറി. നിലവിലിതിപ്പോൾ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാർ വരും, കുറേ ഫോട്ടോ എടുക്കും, പോകും. പിന്നെ അതുപോലെ തന്നെ മദ്യപിക്കുന്നവർക്ക് ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെ നിറയെ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ആകെ അലങ്കോലമായിട്ട്
ഒരു ഹണ്ടിങ് ഗോസ്റ്റ് ഹണ്ടിങ് പ്ലേസ് പോലെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഫാക്ടറിയൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും നേരെ പോവുകയാണ്. ഇപ്പോൾ തന്നെ കുറേ വണ്ടികൾ പോയി. സൺഡേ ആയതുകൊണ്ട് എന്തായാലും അവിടെ നല്ല തിരക്കുണ്ടാവും ചാൻസ്. നമ്മൾ ആ ഫാക്ടറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തേക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വീടുകളേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സെറ്റിൽമെൻറ്റുകളും പിന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നവരും പിന്നെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള അങ്ങനെ എന്തൊക്കെ കുറേ വീടുകളും കാര്യങ്ങളും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അവിടെ 80 സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് വരെ ഈ ഒരു എണ്ണപ്പനയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു റബ്ബറും തോട്ടവും വയലും ഒക്കെ ആയിട്ട് ഇവിടെ കുറച്ചധികം വാഴത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കൃഷി ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ സെറ്റിൽമെൻറ്റും ഉണ്ട്. ആൾക്കാർ കുറച്ചുകൂടെ താമസിക്കുന്നു. കാരണം നമ്മൾ കുറച്ച് വീടുകളും കണ്ടായിരുന്നു. ഈ എണ്ണപ്പനയുടെ കായ ഇതൊക്കെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് മരങ്ങളിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോൾ വണ്ടി വന്നിട്ട് അതൊക്കെ കൂടിയിട്ട് എടുത്തിട്ട് പോകും. എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് പാം ഓയിലാക്കും. പിന്നെ വേറെ എന്തോ അതിൻ്റെ ബൈ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഈ റോഡിൻ്റെയും ഈ ഒരു എണ്ണപ്പനേൻ്റെയൊക്കെ ചെറിയ ഭാവങ്ങൾക്ക് ചെറിയ വ്യത്യാസമാണ്. അങ്ങോട്ടൊക്കെ നല്ല ഡീപ്പായിട്ടാണ് കേട്ടോ ഈ ഫോറസ്റ്റ് പോലെ ഈ കിടക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ചെറിയ മരങ്ങൾ ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് നാൾ 1-2 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അങ്ങോട്ടൊക്കെ ഉള്ളത് നല്ല വലിയ മരങ്ങളാണ്. വലിയ മരങ്ങൾ നല്ല പ്രായമുള്ള, എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് മുറിച്ചിട്ട് ഇനിയിപ്പോൾ ഇതുപോലുള്ള വേറെ മരങ്ങൾ വിൽക്കും. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ ഭയങ്കരമായിരിക്കും. കാരണം നമ്മൾ ഇതുവരെയുള്ളൊരു ടെറൈനിൽ സഞ്ചരിച്ചിട്ട് വേറൊരു ഈ ഫോറിൻ യൂറോപ്പിലൊക്കെ ഉള്ള വനങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വനങ്ങളിലുള്ള പോലത്തെ ഒരു വനമേഖല പോലെ തോന്നുന്നുണ്ട്. അതുപോലത്തെ മരങ്ങളും അതിൻ്റെ ഇലകളും പിന്നെ ഒരു ചെറിയൊരു തോടും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇനി അങ്ങോട്ടുള്ളത് ഭയങ്കര രസമുള്ള കാടാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയാണ് പോകുന്നത്. കുറച്ചധികം വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവരൊക്കെ ആ വാട്ടർഫോൾസിലോട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ വെള്ളം വരുന്നതും ആ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്തോ പോലൊരു ഫീല്. അങ്ങനെ ആ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി കയറിയപ്പോൾ കാടിൻ്റെ എണ്ണപ്പനയുടെ ആ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് നമ്മൾ ശരിക്കും കയറി കഴിഞ്ഞു. ഇവിടുത്തെ മരങ്ങളൊക്കെ വലിയ മരങ്ങൾ, നല്ല പ്രായമുള്ള മരങ്ങളാണ്. പിന്നെ ഇതുവരെ കണ്ടിട്ടുള്ളാത്ത കുറച്ച് ഡീപ്പായിട്ടും കൂടെ തോന്നുന്ന ഒരു ടെറൈനും എണ്ണപ്പന ഫാമും കൂടിയാണ് കേട്ടോ ഇനിയുള്ള യാത്ര. എന്തായാലും അടിപൊളി തന്നെ. അപ്പോൾ നമുക്കിനി നേരെ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാം, എക്സ്പ്ലോർ ചെയ്യാം. യെസ്. താഴെക്കൂടെ ഒഴുകുന്നത് ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വരുന്നുള്ള വെള്ളമാണ്. അതൊരു ആറ് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിറയെ പാമ്പുകളും മറ്റുള്ള ജീവികളും മുയൽ പിന്നെ കാട്ടുപന്നിയൊക്കെ നിറയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു രാത്രി ഇടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ റിസ്ക്കാണ്. കാരണം മൃഗശല്യം കൂടുതലായതുകൊണ്ട് അത് ആക്രമിക്കപ്പെടാനും നമ്മൾ ആക്രമിക്കപ്പെടാനും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. എനിക്കും ചവിട്ടിയ സംഭവം തെറ്റിപ്പോയി. സൈക്കിൾ തലയിൽ വെച്ച് പോയി. അതിൻ്റെ ഒരു തവണ അല്ല 2 തവണ. പിന്നെ ഒരു തവണ ചരണ്ടിക്കൊണ്ട് തള്ളിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കന്യാർക്കയം വാട്ടർഫോൾസിൽ എത്തിയിരിക്കുന്നു. എണ്ണപ്പനയ്ക്കുള്ളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് കന്യാർക്കയം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനി വണ്ടി അവിടെ നമ്മളെ വെച്ചിട്ട് കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പോൾ നടന്നു കഴിയുമ്പോൾ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസിലേക്ക് നമ്മൾ നേരെ എത്തും. എത്തിയിരിക്കുന്നു.
അത് നമ്മൾ അതിൻ്റെ മണ്ടയിലാണ് കുളിച്ചത്. യെസ്. അങ്ങനെ നമ്മൾ കന്യാർക്കയത്തിന്റെ ഏറ്റവും മുകളിലെത്തി. വാട്ടർഫോൾസിന്റെ അല്ലേ എത്ര കുഴിയുണ്ടടാ? നോർമലി കന്യാർക്കയത്തിൽ വരുന്നവർ ഇവിടെ ഇറങ്ങി കുളിക്കാറുണ്ട് അല്ലേ? നമ്മൾ കന്യാർക്കയത്തിൽ വന്നു, കുളിച്ചു. ശരിക്കും ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കാലിൽ ഇങ്ങനെ ഈ പരൽ മീനോ എന്തോ മീനുകൾ ഇങ്ങനെ വന്നിങ്ങനെ കൊത്തുന്നുണ്ട് കാലിൽ മൊത്തം. അപ്പോൾ നല്ല രസമുണ്ട്. അത് ആദ്യം പേടിച്ചു ഇറങ്ങിയപ്പോൾ കാലിലിങ്ങനെ കൊത്തിയോ, വല്ല പാമ്പോ നീർക്കോലിയൊക്കെ ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് മീനുകളായിരുന്നു. നല്ല തണുപ്പ് വെള്ളമാണ് ഇവിടെ. അടിപൊളി തണുപ്പ് വെള്ളം. കുളിച്ച് നല്ല ഫ്രഷായിട്ട് ഇരിക്കും. പക്ഷേ ഇവിടെ കുളിക്കാൻ വരുന്നവർക്ക് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടിയിൽ നിറയെ പാറകളും പിന്നെ കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ മുമ്പൊരിക്കലും വന്നപ്പോൾ ഇതേപോലെ കാലിൽ കുപ്പിച്ചിലൊക്കെ പൊത്തിട്ട് കാലൊക്കെ മുറിഞ്ഞു. അതുപോലെ തന്നെ നിറയെ പാറകൾ അതിനകത്ത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക. ഈ ഡൈവിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടുതലാണ്. കാരണം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് ഈ നല്ല മഴക്കാലത്തൊക്കെ വന്നിട്ട് അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം ഒന്ന് മുങ്ങിയിട്ട് നമുക്ക് നേരെ തിരിച്ചു പോവാം. അപ്പോൾ കന്യാർക്കയത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.